السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ ദുനിയാവിലേക്ക് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ പരിചയപ്പെടാനും അള്ളാഹുവിനെ അറിയാനും വേണ്ടി ഈ ദുനിയാവിലേക്ക് ഓരോരുത്തരും ഒരു അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പായിട്ട് അള്ളാഹു ഈ ദുനിയാവിലേക്ക് നമ്മളെ വിട്ടെങ്കിലും നമ്മളെല്ലാവരും ഈ ദുനിയാവിന്റെ ഒരു അലങ്കാരത്തിൽപ്പെട്ട് മതിമറന്ന് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആദ്യമായിട്ട് തന്നെ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുകയും ചെയ്തിട്ട് അമലുകൾ വർദ്ധിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. ഈ ഇനി ഒരു നബി വരാനില്ല, ഇനി ഒരു സഹാബത്ത് വരാനില്ല, ഇനി മഹാന്മാർ വരാനില്ല, ആരിഫീങ്ങൾ വരാനില്ല, ഇനി നമുക്കൊരു ഖുർആൻ ഇറങ്ങാനില്ല, ഇനി പുതുതായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. എല്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ കിട്ടിയ അറിവുകളെ പഠിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഇനി പുതുതായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഒരു നമുക്ക് പരിശ്രമമില്ലാതെ ദീൻ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. പരിശ്രമത്തിലൂടെ മാത്രമാണ് ദീൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ എല്ലാം പരിശ്രമമില്ലാതെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നുപെടും. പക്ഷെ ദീൻ കിട്ടണമെങ്കിൽ ഒരുപാട് പരിശ്രമിക്കണം. ഒരു ഒരു കോഴിമുട്ട നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്കതിനെ ഓംപ്ലേറ്റ് ആക്കി മാറ്റാം. അതിനെ പുഴുങ്ങിയെടുത്താൽ അതിനെ കറിയാക്കി മാറ്റാം. അതിനെ രണ്ടായി പിളർത്തിയാൽ കുറച്ച് മഞ്ഞയും വെള്ളയും ഉള്ളൊരു ദ്രാവകം പുറത്തേക്ക് വരും. അങ്ങനെ പല രീതിയിലും നമുക്കൊരു കോഴിമുട്ടയെ ആക്കി മാറ്റാൻ സാധിക്കും. പക്ഷെ ഒരു കോഴി ഒരു 21 ദിവസം ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ ആ കോഴിമുട്ടയെ ഒരു കുഞ്ഞാക്കി മാറ്റാൻ സാധിക്കും. കൈയും കാലും കണ്ണും ചിറകും എല്ലാം ഉള്ള ഒരു കോഴി കുഞ്ഞാക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെ? ഒരു കോഴി ഒരു 21 ദിവസം ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ, പരിശ്രമിക്കാൻ തയ്യാറായാൽ ഒരു ജീവനുള്ള ഒരു കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ്. പിന്നീട് ആ ഒരു കോഴിക്കുഞ്ഞിൽ നിന്നും ഒരുപാട് മുട്ടകൾ പുറത്തേക്ക് വരുന്നതാണ്. പിന്നീട് ആ മുട്ടകളിൽ നിന്നും ഒരുപാട് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്തത്? ഒരു കോഴി പരിശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ഒരുപാട് മുട്ടകൾ ഉണ്ടായി, ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ആ ഖിയാമത്ത് നാൾ വരെ ആ കോഴിയും മുട്ടയും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും, ഒരിക്കലും അവസാനിക്കുകയില്ല. അപ്പൊ അത് ഒരാൾ പരിശ്രമിച്ചതിന്റെ പേരിൽ ഇത്രയധികം വികസിച്ചു പോയപ്പോൾ നമ്മൾ ഒരാളെങ്കിലും അള്ളാഹുവിനെ പറ്റി പറയാനും അള്ളാഹുവിനെ പരിചയപ്പെടുത്താനും അള്ളാഹുവിന്റെ ഖുർആൻ ഉയർത്തിപ്പിടിക്കാനും ഈ ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരാളെങ്കിലും പരിശ്രമിച്ചാൽ ഇത് ഖിയാമത്ത് നാൾ വരെ ഈ ഒരു അറിവ് മുന്നോട്ട് പോകുന്നതാണ്. ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് എത്തി ഈ അറിവ് ഒരുപാട് മുന്നോട്ടേക്ക് എത്തി ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ നിലനിന്നു പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഹസീന ടീച്ചറിന്റെ ഈ ഒരു വലിയ സംരംഭം, ഈ ഒരു വലിയ പരിശ്രമം ഒരുപാട് വർഷങ്ങളായി നിലനിന്നു പോകുന്നു. ഇനി ഇത് ഖിയാമത്ത് നാൾ വരെ എത്തിക്കാൻ ഇതിൽ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടുപോകണം. അതിന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇനി വരുന്ന തലമുറകളിലേക്ക് ഈ ദീൻ ഇട്ട് കൊടുക്കണം. അവരിലൂടെ വളർന്ന് അടുത്തവരിലേക്ക് പോയി ഇത് ഒരിക്കലും നിലയ്ക്കാത്ത ഒരു ദീനായി ഈ ദുനിയാവിൽ നിലനിൽക്കണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇതിൽ നിന്നും ആരും പിറകോട്ട് മാറാതെ എല്ലാവരും പരിശ്രമത്തിന്റെ വക്കിലേക്ക് എത്തണം. പരിശ്രമത്തിലൂടെ മാത്രമാണ് ദീൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു തമാശയായി കാണരുത്. തമാശകളിലൂടെ വേറെ എല്ലാം നേടിയെടുക്കാം. പക്ഷെ ദീൻ നല്ല പരിശ്രമം വേണം. നല്ല കഷ്ടപ്പെട്ട് ദീൻ ഉണ്ടാക്കിയെടുക്കണം. ഒരാളുടെ കയ്യിൽ ഒരറിവുണ്ടെങ്കിൽ അത് അടുത്തയാളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. 3 സ്ത്രീകൾ കൂടി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ആ വീട്ടിൽ നിന്നും ആ സ്ത്രീ ഒരു ചെടിയുടെ കമ്പെടുത്ത് ഈ 3 സ്ത്രീകൾക്കും കൊടുക്കുകയാണ്. ഈ 3 സ്ത്രീകളും ആ ചെടിയുടെ കമ്പുകളുമായി വീട്ടിലെത്തി. എന്നിട്ട് 3 സ്ത്രീകളും ആ കമ്പുകൾ അവരുടെ വീട്ടുമുറ്റത്ത് നട്ടു. ആദ്യത്തെ സ്ത്രീ ആ കമ്പിനെ നട്ടു, അതിനെ നനച്ചു കൊടുത്തു. അതിൽ നിറയെ പൂക്കളുണ്ടായി.
ആ സ്ത്രീ എല്ലാ ദിവസവും ആ ചെടിയുടെ അടുത്ത് വരും, ആ പൂവിനെ ആസ്വദിക്കും, ഒന്ന് മണത്തു നോക്കും, എന്നിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോകും. രണ്ടാമത്തെ സ്ത്രീ ആ കമ്പിനെ നട്ടു. ഒരിക്കൽ പോലും നനച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ആ കമ്പ് ഉണങ്ങിപ്പോയി. മൂന്നാമത്തെ സ്ത്രീ ആ കമ്പിനെ നട്ടു. എല്ലാ ദിവസവും അതിനെ നനച്ചു കൊടുത്തു. അതിൽ നിറയെ പൂക്കളുണ്ടായി. എല്ലാ ദിവസവും ആ സ്ത്രീ ആ പൂവിനെ ആസ്വദിക്കും. എല്ലാ ദിവസവും അതിനെ മണത്തു നോക്കും. എന്നിട്ട് ആ സ്ത്രീ ആ ചെടിയുടെ ചുവട്ടിൽ നിന്നും കരയാൻ തുടങ്ങി. ഈ പൂവിനെ ഞാൻ മാത്രം ആസ്വദിച്ചിട്ട് എന്ത് കാര്യം? ഇത് എന്റെ അയൽക്കാർക്കില്ലല്ലോ, എന്റെ കൂട്ടുകാർക്കില്ലല്ലോ, എന്റെ കുടുംബക്കാർക്കില്ലല്ലോ. അതുകൊണ്ട് ഈ സ്ത്രീ കുറെ കമ്പുകൾ വെട്ടിയെടുത്ത് എല്ലാവരിലേക്കും കൊടുത്തു. ഏത് സ്ത്രീയാ നല്ലത്? മൂന്നാമത്തെ സ്ത്രീയാണ് നല്ലത്. ആദ്യത്തെ സ്ത്രീ കുറെ ഇൽമുകൾ പഠിച്ചു, സ്വന്തമായി അമല് ചെയ്തു, സ്വന്തമായി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. രണ്ടാമത്തെ സ്ത്രീ കുറെ ഇൽമുകൾ പഠിച്ചു, അമലുകൾ ചെയ്യാത്തതിന്റെ പേരിൽ ഇൽമുകൾ നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത്തെ സ്ത്രീ കുറെ ഇൽമുകൾ പഠിച്ചു, സ്വന്തമായി അമലുകൾ ചെയ്തു, പിന്നീട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് നമുക്കും മൂന്നാമത്തെ സ്ത്രീയായി മാറണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കണം. മൂന്നാമത്തെ സ്ത്രീയായി ഓരോരുത്തരും ഒരു അറിവ് കിട്ടിയാൽ അടുത്തവളിലേക്ക് കൊടുക്കണം. ഒരു കമ്പ് കിട്ടിയപ്പോൾ അത് എല്ലാവർക്കും എത്തിച്ചതുപോലെ ഒരു അറിവ് കിട്ടിയാൽ അത് അടുത്ത ആളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അങ്ങനെ കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ, ഒരു അറിവ് ഒരാൾക്ക് കിട്ടിയിട്ട് അത് അടുത്തവളിലേക്ക് കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ പരിശ്രമത്തിലൂടെ മാത്രമാണ് സാധിക്കുകയുള്ളൂ. കാരണം മൂന്നാമത്തെ സ്ത്രീ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നും ഒരു കമ്പ് ശേഖരിച്ചു. ആ കമ്പിനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു. പിന്നെ വീട്ടുമുറ്റത്ത് നട്ടുകൊടുത്തു, അതിനെ നനച്ചു കൊടുത്തു. അതിൽ പോയി നിന്ന് അതിനെ ആസ്വദിച്ചു. അപ്പൊ ഇൽമു പഠിച്ചു. പിന്നെ ആ ഇൽമു പരിശ്രമത്തിലൂടെ നേടിയെടുത്തു. പിന്നീട് സ്വന്തമായി ആ ഇൽമിനെ ആസ്വദിച്ചു. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുത്തു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതുപോലെ ചെയ്യുക. സ്വന്തം ജീവിതത്തിൽ അമലുകൾ പകർത്തിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇൽമുകൾ പറഞ്ഞു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. എന്നാൽ മാത്രമാണ് അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയുള്ളൂ. സ്വന്തം ജീവിതത്തിൽ അമലുകൾ ഇല്ലാതെ മറ്റുള്ളവരിലേക്ക് ഇൽമു പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അതിന് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അങ്ങനെ ഒരുപാട് ദീൻ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അള്ളാഹുവിനെ പറ്റി നമ്മൾ ഒരുപാട് മനസ്സിലാക്കണം. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഒരാൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഒരുപാട് ഇൽമു വേണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ ഇൽമു തന്നെ ധാരാളം, അത് അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക്. എനിക്ക് ഒരുപാട് അറിവൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് മതി, എന്തിനാ ഒരുപാട് അറിവ്, ഇങ്ങനെ ഒക്കെ ചിന്തിച്ച് ഒരു അസ്വസ്ഥതയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു അത് വെച്ച് ആ കിട്ടിയ ഇൽമു വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അമലൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയുസ് തീർക്കാൻ നോക്കും. പക്ഷെ അള്ളാഹുവിനെ പറ്റി യഥാർത്ഥത്തിൽ ഒരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാല് നമ്മൾ പഠിച്ചതും ഒന്നുമല്ല, നേടിയതും ഒന്നുമല്ല, ചെയ്ത അമലും ഒന്നുമല്ല എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. അതുകൊണ്ട് നല്ല വഴി ഏതാണെന്ന് തിരഞ്ഞെടുത്തിട്ട് നല്ല വഴിയിലേക്ക് ഒരാൾ പ്രവേശിക്കുക. ഇൽമു തേടി ഒരാൾ ഇറങ്ങുമ്പോൾ നല്ല വഴിയിലേക്ക് പ്രവേശിക്കുക. നല്ല കിതാബുകൾ നോക്കി പഠിക്കുക. നല്ല ഒരു ടീച്ചറിനെ തിരഞ്ഞെടുക്കുക ഇൻഷാ അല്ലാഹ്. ഇത് മൂന്നും ഒരാൾക്ക് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആരുടെയെങ്കിലും അടുത്ത് പോയിരുന്ന എന്തെങ്കിലും പഠിച്ചത് കൊണ്ട് അത് ഇൽമാവുകയില്ല. അതുകൊണ്ട് നല്ലതിലേക്ക് തിരിഞ്ഞ് നല്ല കിതാബുകൾ നോക്കി പഠിച്ച് നല്ല ടീച്ചറിനെ തിരഞ്ഞെടുത്ത് നല്ലതുപോലെ ഇൽമ മനസ്സിലാക്കി പഠിച്ചിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നാട്ടിൽ വെള്ളത്തിന് വലിയ ദാരിദ്ര്യമാണ്. ആ നാട്ടിൽ വെള്ളം കിട്ടാനേ ഇല്ല. അവിടെയുള്ളവർ വെള്ളത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണ്. പക്ഷെ ആ നാട്ടിൽ നിന്നും ഒരാൾക്ക് ഒരു രാജാവിനെ കാണാൻ വേണ്ടി മറ്റുള്ള ഒരു നാട്ടിലേക്ക് പോകണം. ആ രാജാവിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ ഈ മനുഷ്യൻ ഒരുപാട് ചിന്തിച്ചു, എന്താണ് ഒരു രാജാവിന് ഞാൻ കൊടുക്കേണ്ടത്, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ വിലപിടിപ്പുള്ളത് ഒരു കുപ്പി വെള്ളമാണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചു. ഈ മനുഷ്യന് ആ നാട്ടിൽ വെള്ളം കിട്ടാനില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ ഒരു
കുഴിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അല്പം ചെളിയും വെള്ളവും അവിടെ കിടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഒരു കുപ്പിയിലേക്ക് ആ വെള്ളം ശേഖരിച്ചു. രാജാവിന് വലിയ ഒരു പാരിതോഷികം കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ഈ കുപ്പിയിൽ ഈ വെള്ളവും നിറച്ചുകൊണ്ട് ഈ മനുഷ്യൻ രാജാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. കാരണം ഈ മനുഷ്യന് ആ വെള്ളം വലിയ ഒരു നിധിയാണ്. കാരണം ആ നാട്ടിൽ വെള്ളം കിട്ടാനില്ല. രാജാവിന്റെ കയ്യിലേക്ക് ഈ ചെളിയും വെള്ളവും നിറഞ്ഞ ഒരു കുപ്പി വെള്ളവുമായി മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് രാജാവിന്റെ കയ്യിലേക്ക് ഈ വെള്ളം കൊടുത്തു. ഈ കുപ്പി വെള്ളം കണ്ടപ്പോൾ ഈ രാജാവ് അത് സന്തോഷത്തോടു കൂടി വാങ്ങി അവിടെ വെച്ചു. അവിടെ വെച്ചിട്ട് ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊണ്ടുപോയി എന്റെ തടാകം കാണിക്കുക. ഈ മനുഷ്യൻ ആകെ നാണക്കേടിലായി, ആകെ അന്താളിച്ചു പോയി. കാരണം ഒരു തടാകമുള്ള രാജാവിനാണോ ഞാൻ ഒരു കുപ്പി ചെളിവെള്ളം കൊടുത്തത് എന്ന് വിചാരിച്ചു. പക്ഷെ ഈ രാജാവ് ഒരു മുഖത്തിന് യാതൊരു വ്യത്യാസവും കാണിക്കാതെ ഈ മനുഷ്യനെ നല്ലതുപോലെ സ്വീകരിക്കുകയും ആ വെള്ളം വാങ്ങി വെക്കുകയും ചെയ്തിട്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, എന്റെ തടാകം കൊണ്ടുപോയി ഈ മനുഷ്യനെ കാണിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യനെ ഭൃത്യന്മാർ രാജാവിന്റെ തടാകം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ ആകെ നാണിച്ചും മടിച്ചും നിൽക്കുമ്പോൾ രാജാവ് ഈ മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ കൊണ്ടുവന്ന കുപ്പിവെള്ളം ഞാൻ അതൊരു വലിയ ഒരു നിധിയായി സ്വീകരിച്ചത് എന്തിനാണെന്ന് നിനക്കറിയുമോ? ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല. എന്നാൽ നിനക്കൊരു അള്ളാഹു ഉണ്ടെന്ന് നിനക്കറിയാമോ? ഈ മനുഷ്യൻ പറഞ്ഞു, അറിയാം. എന്നാൽ ഈ തടാകം പോലെ അമലുകൾ അള്ളാഹു ഈ ദുനിയാവിലേക്ക് ഇട്ടു തന്നിട്ടുണ്ട്. ഈ തടാകം പോലെ ഇൽമുകൾ അള്ളാഹു ഈ ദുനിയാവിലേക്ക് ഇട്ടു തന്നിട്ടുണ്ട്. ആ തടാകത്തിൽ എത്രമാത്രം വെള്ളമുണ്ടെന്ന് നിനക്കറിയാമോ? ഈ മനുഷ്യൻ പറഞ്ഞില്ല. അതിന്റെ അളവിനേക്കാൾ കൂടുതൽ ഇൽമുകളും അമലുകളും ഈ ദുനിയാവിലേക്ക് അള്ളാഹു ഇട്ടു തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് അള്ളാഹുവിന് കൊടുക്കുന്ന അമലുകളും ഇൽമുകളും എത്രയാണെന്ന് നിനക്ക് മനസ്സിലായോ? നീ ആ കുപ്പിയിൽ കൊണ്ടുവന്ന ചെളിവെള്ളത്തിന്റെ അത്രയും അളവിലാണ് നമ്മൾ അള്ളാഹുവിന് അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കുപ്പിവെള്ളം സ്വീകരിച്ചത്. ഈ ഒരു കുപ്പിയിലെ ചെളിവെള്ളത്തിന്റെ അത്രയും അമലുകളാണ് നമ്മൾ അള്ളാഹുവിലേക്ക് പറഞ്ഞു വിടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ ആക്ഷേപിക്കാതെ വാങ്ങിയതാണ്. ഇതിനാണ് നമുക്ക് സാധിക്കുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് തടാകം പോലെ പരന്നു കിടക്കുന്ന അമലുകളും ഇൽമുകളും നമുക്കത് മുഴുവനും പഠിക്കാൻ സാധിച്ചില്ല എങ്കിലും അതിൽ നിന്നും അല്പമെങ്കിലും മനസ്സിലാക്കി പഠിക്കുകയും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും അത് വേണ്ടതുപോലെ ജീവിതത്തിലേക്ക് പകർത്തുകയും പിന്നീട് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ജീവിതത്തിൽ പകർത്താതെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക, എന്നിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ രാജാവ് ആ കുപ്പിവെള്ളം സ്വീകരിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ തിന്മകൾ നിറഞ്ഞ ഒരു രീതിയിലും ഒരു യഖീനോട് കൂടിയോ ഒരു ഫിക്റോട് കൂടിയോ അള്ളാഹുവിലേക്ക് അമലുകൾ പറഞ്ഞു വിടാത്ത ഈ അമലുകളെയും അള്ളാഹു സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു കാരുണ്യവാനാണ്. നമുക്ക് നല്ല അമലുകളൊന്നും പറഞ്ഞു വിടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ദുനിയാവ് അത്രയധികം മോശപ്പെട്ട രീതിയിലാണ് നമ്മുടെ മുന്നിൽ അലങ്കരിച്ചു നിൽക്കുന്നത്. ഈ വൃത്തികെട്ട ദുനിയാവിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് നല്ല അമലുകൾ പറഞ്ഞു വിടാൻ സാധിക്കുന്നില്ല. ഒന്ന് നമസ്കരിക്കാൻ കൈകെട്ടുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ റോഡിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ നമസ്കാരത്തിന്റെ ശ്രദ്ധ ശൈത്താൻ ഇബ്ലീസ് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇങ്ങനെയുള്ള നമസ്കാരമൊക്കെയാണ് അള്ളാഹുവിലേക്ക് നമുക്കിന്ന് പറഞ്ഞു വിടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആവുന്നത്ര പരിശ്രമിച്ച് നേടിയെടുക്കുക. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുക. പിടിച്ചു വാങ്ങുക, അല്ലാതെ കിട്ടുകയില്ല. നമുക്ക് ഒരു സാധനം ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കും. അതുപോലെ നമുക്ക് സ്വർഗം ഇഷ്ടമാണ്, നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് നിർബന്ധമായും സ്വർഗം വേണം. ഉറപ്പായിട്ടും നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെയാണ് ആഗ്രഹം. അത് അള്ളാഹുവിന്റെ മുന്നിൽ 24 മണിക്കൂർ നേരവും പറഞ്ഞു കരയുകയും ചോദിക്കുകയും ആർത്തി പിടിക്കുകയും ആവശ്യങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ തുറന്ന് സംസാരിക്കുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി ആർത്തി പിടിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ആർത്തി കാണിക്കുന്നവനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ കാര്യത്തിൽ ആർത്തി കാണിക്കുന്നവനെ അള്ളാഹുവിനെ ഇഷ്ടമാണ്. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ആർത്തി കാണിക്കുന്നവനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ജനങ്ങളോട് ചോദിക്കാതിരിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. ചോദിക്കുന്നവനെ അള്ളാഹുവിന് ഇഷ്ടമാണ്.
ചോദിക്കുന്നവനെ സൃഷ്ടികൾക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് യാചന ഒരിക്കലും ജനങ്ങളുടെ മുന്നിൽ കാണിക്കാതിരിക്കുക. ആരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും എന്ത് കണ്ടാലും ഇത് നല്ലതാണല്ലോ, ഇതിന് എത്രയാണ് വില, ഇത് നല്ലതാണല്ലോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്, അങ്ങനെയൊന്നും ചോദിക്കാതിരിക്കുക. അത് കേൾക്കുമ്പോൾ ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും ചോദിക്കാതിരിക്കുക. എന്ത് കണ്ടാലും കാണാത്ത മട്ടിൽ ഇറങ്ങിപ്പോരുക. അതാണ് ഒരു മുഅ്മിനിന് വേണ്ടത്. ആ സ്വഭാവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതും. അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്ത് കണ്ടാലും അത് കാണാത്ത മട്ടിൽ ഇറങ്ങിപ്പോരുമ്പോൾ അള്ളാഹുവിന് അവനെ വലിയ ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു ആ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. കാരണം ഈ മനുഷ്യന് ഒന്നുമില്ല, ഈ മനുഷ്യന് ആ കണ്ടതെല്ലാം ആവശ്യമാണെന്ന് അള്ളാഹുവിനറിയാം. എന്നാലും യാചന വേണ്ട എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ യാചിക്കാതെ വീട്ടിൽ നിന്നും തിരിച്ചിറങ്ങി പോരുന്ന ഒരാളുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക. അള്ളാഹുവിനെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിൽ ജീവിക്കുക. അള്ളാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ ദിക്ർ ചെയ്യാനുള്ള ഒരു നാവ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇത് രണ്ടും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. വേറൊരാൾ നമുക്ക് തരില്ല. ഒരു കടയിൽ നിന്നും വാങ്ങാൻ കിട്ടില്ല. കോടിക്കണക്കിന് സമ്പത്ത് നമുക്കുണ്ടെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടുകയില്ല. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഖൽബുൻ ഷാക്കിർ, ശുക്ർ ചെയ്യാനുള്ള ഒരു ഹൃദയം. അത് എപ്പോഴും ആ ഹൃദയം എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയമാക്കി മാറ്റണം. അങ്ങനെ ഒരു നന്ദിയുള്ള ഹൃദയം അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അള്ളാഹുവിന് അടിമയോട് വലിയ ഇഷ്ടം തോന്നുന്നതാണ്. പിന്നെ ഒരു നല്ലൊരു സ്വഭാവ ഗുണം ഉണ്ടാക്കിയെടുക്കണം. കുറെ അമലുകൾ അല്പം കുറഞ്ഞു പോയാലും സ്വഭാവം നല്ലതാണെങ്കിൽ അള്ളാഹുവിന് ആ അടിമയോട് വലിയ ഇഷ്ടപ്പെടും. സ്വഭാവം നന്നാക്കി എടുക്കണമെങ്കിൽ നമുക്ക് സഹാബാക്കളുടെ സ്വഭാവം അത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും, കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ സഹാബാക്കളായി മാറിയത്. അത്രയും നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അവരുടെ സ്വഭാവ ഗുണങ്ങൾ പഠിക്കുമെങ്കിലും ചെയ്യണം. അപ്പൊ നമുക്ക് അല്പമൊക്കെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് കൂട്ടിന് വേണ്ടി അള്ളാഹു കൊടുത്തത്. ഇവർ രണ്ടുപേരും നടന്നു പോയി ശത്രുക്കളുടെ ഇടയിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടി ഇടയ്ക്ക് സൗർ ഗുഹയിൽ ഒളിച്ചു. അങ്ങനെ സൗർ ഗുഹയിൽ ഒളിച്ച് അവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്നും പോയി ഇവർക്ക് മസ്ജിദിന്റെ അടുത്തെത്തിയപ്പോഴേക്കും ഒട്ടകത്തെ കിട്ടുകയാണ്. അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറി ഇവർ രണ്ടുപേരും യാത്ര ചെയ്യുകയാണ്. മദീന നിവാസികൾ അറിയുകയാണ് നബി തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുന്നുണ്ടെന്നുള്ള വാർത്ത ഇവർ അറിഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്നും കിട്ടിയ വാർത്തയാണ്. അങ്ങനെ ആ വാർത്ത അറിഞ്ഞ അവർ മദീനക്കാർ നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളായി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവർ കാത്തിരുന്ന് നബി തങ്ങൾ വരുന്നു എന്ന വാർത്ത അവരുടെ ചെവിയിലേക്ക് എത്തിയപ്പോൾ കുറെ ആളുകൾ മലയുടെ മുകളിലേക്ക് കയറി, എനിക്ക് ആദ്യം നബിയെ കാണണം. കുറച്ചാളുകൾ മരത്തിന്റെ മുകളിലേക്ക് കയറി, എനിക്ക് ആദ്യം നബിയെ കണ്ടുമുട്ടണം. ഇങ്ങനെ ഒരുപാട് പേർ എല്ലാവരും വലിയ ആഗ്രഹത്തോടു കൂടി നബിയെ കാണാൻ വേണ്ടി കാത്തിരുന്നു. എന്നാൽ മദീനയിലെ പെൺകുട്ടികൾ വഴിയോരത്തു നിന്ന് പാട്ട് പാടാൻ തുടങ്ങി. നബിയെ, എന്റെ അയൽക്കാരനാകാമോ? നബിയെ, ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കാമോ? നബിയെ, എന്റെ വീട്ടിൽ ഇന്ന് വിരുന്ന് വരാമോ? അല്ലെങ്കിൽ നബിയെ, എന്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോകാമോ? ഇങ്ങനെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും നിന്ന് പാട്ട് പാടാൻ തുടങ്ങി. നബി തങ്ങൾക്ക് ഇതെല്ലാം കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. അവരുടെ ഇടയിലൂടെ കടന്നു പോവുകയാണ്. ഇവരെല്ലാം നബിയെ നിർബന്ധിക്കുകയാണ്, നബിയെ, എന്റെ വീട്ടിലേക്ക് ഒന്ന് വരാമോ? എന്റെ വിരുന്നുകാരനാകാമോ? പക്ഷെ എന്റെ അയൽക്കാരനാകാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ നബി തങ്ങൾ വല്ലാത്ത വിഷമത്തിലും അങ്കലാപ്പിലുമായി. അപ്പോഴാണ് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്നത്. നബിയെ, അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കേണ്ടതില്ല. നബിയെ, അങ്ങേക്ക് ഞാൻ ഒരു ഒട്ടകത്തെ തന്നിട്ടില്ലേ? ആ ഒട്ടകം ഒരു സഹാബത്തിന്റെ വീട്ടിന്റെ മുന്നിൽ മുട്ടുകുത്തും. ആ വീട്ടിലേക്ക് അങ്ങ് പ്രവേശിക്കുക എന്നുള്ള വഹി കിട്ടുകയാണ്. അപ്പോൾ നബി തങ്ങൾ പിന്നെ എങ്ങും തിരിഞ്ഞു നോക്കാതെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഈ ഒട്ടകം മുട്ടുകുത്തുകയാണ്. ഈ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ സഹാബാക്കൾ, മദീന നിവാസികൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ?
ഈ ഒട്ടകം അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തേക്ക് മുട്ടുകുത്തിയപ്പോൾ ആ മദീന നിവാസികൾ എല്ലാവരും ഓടി. എല്ലാവരും മാർത്തു വിളിച്ച് ഓടിക്കൊണ്ട് അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചു, വാരിപ്പുണർന്നു. എല്ലാവരും ആ സഹാബത്തിനെ ഒന്ന് തൊടാൻ വേണ്ടി ആഗ്രഹിച്ചു. അതാണ് അവരുടെ സ്വഭാവ ഗുണങ്ങൾ. അതാണ് അവരുടെ സ്വഭാവ ഗുണങ്ങൾ. ഇത്രയധികം സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാലും അല്പമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. നമ്മളാണെങ്കിലോ ഇതാണോ നബിക്ക് മുട്ടുകുത്താൻ കണ്ട സ്ഥലം? ഇതാണോ ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും നല്ല മനുഷ്യൻ ഇത് തന്നെയാണോ? ഇതിനേക്കാൾ നല്ല മനുഷ്യർ എത്രയുണ്ടായിരുന്നു? ഇതിനേക്കാൾ നല്ല സഹാബത്ത് ഈ മദീനയിൽ എത്രയുണ്ടായിരുന്നു? അവരൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു സഹാബത്തിനെയാണോ കണ്ടതെന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ട് തിരിഞ്ഞോടുമായിരുന്നു. പക്ഷെ മദീന നിവാസികൾ ചെയ്തത് എന്താണ്? അവർ എല്ലാവരും അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തേക്ക് ഓടുകയും ഈ സഹാബത്തിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി മത്സരിക്കുകയും ചെയ്തു. അതാണ് അവരുടെ സ്വഭാവ ഗുണങ്ങൾ. ഈ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഇൻഷാ അല്ലാഹ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് കണ്ടാൽ അവിടെ അസൂയപ്പെടാതെ, അവിടെ നിന്നും തിരിഞ്ഞോടാതെ ആ നിഅമത്ത് കൊടുത്ത ആളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. ആ ഒരു സ്വഭാവ ഗുണം ഉണ്ടാക്കിയെടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോട് അസൂയപ്പെടാതിരിക്കുക. അത് അള്ളാഹുവിൽ നിന്നും വന്ന ഒരു നിഅമത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. അങ്ങനെ ഒരു സ്വഭാവ ഗുണം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ആർക്ക് എന്ത് കണ്ടാലും അവിടെ അസൂയ വയ്ക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അമലുകൾ ചെയ്താൽ മാത്രമാണ് അമലുകൾ അള്ളാഹുവിലേക്ക് എത്തുകയുള്ളൂ. സ്വഭാവ ഗുണങ്ങൾ നന്നായിട്ടില്ല എങ്കിൽ അമലുകളും അള്ളാഹുവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് സ്വഭാവം നന്നാക്കിയെടുക്കുക ഇൻഷാ അല്ലാഹ്. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അപ്പൊ എങ്ങനെയാണ് ഈ സ്വഭാവം നന്നാക്കി എടുക്കേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല്, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും ഒരാൾ മാറി നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ സ്വഭാവം കുറച്ചായിട്ട് ഇങ്ങനെ നന്നാവാൻ തുടങ്ങും. അമലുകളിലൂടെ സ്വഭാവം നന്നാക്കി എടുക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാൾക്കാണ് സ്വഭാവം നന്നാക്കിയെടുക്കാൻ പറ്റുള്ളൂ. വിലക്കിയ കാര്യം എന്താണ്? മറ്റുള്ളവരെ പറ്റി സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവരെ പറ്റി ഒന്നും സംസാരിക്കാതിരിക്കുക. മറ്റുള്ളവരെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഒരാൾ തുടങ്ങിയാൽ നാവിനെ അപ്പോൾ തന്നെ അകത്തേക്ക് വലിക്കുക. ഒരു ചീത്ത ഭക്ഷണം വായിലേക്ക് കടന്നു വരുമ്പോൾ എത്ര സ്പീഡിലാണോ അത് പുറത്തേക്ക് തുപ്പുന്നത്, അതുപോലെ ഒരാളെ പറ്റി സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ വായടയ്ക്കുക ഇൻഷാ അല്ലാഹ്. ചീത്ത ഭക്ഷണം വായിലേക്ക് എങ്ങാനും കടന്നു വന്നാൽ അത് പുറത്തേക്ക് വലിയ സ്പീഡിൽ തുപ്പുമ്പോൾ പിന്നീട് നമുക്ക് ആ വായൊന്ന് കഴുകുകയും കൂടി ചെയ്താലാണ് തൃപ്തിയാവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാളെ പറ്റി സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ അപ്പോൾ തന്നെ വായടയ്ക്കുകയും പിന്നീട് തൗബ ചെയ്യുകയും ചെയ്യുക. അല്ലാഹുവേ, ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിച്ചു പോയല്ലോ, ഞാൻ പറഞ്ഞില്ല എങ്കിലും അയാളെ പറ്റി ഞാൻ വേണ്ടാത്തത് ചിന്തിച്ചു പോയല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുകയും പെട്ടെന്ന് തന്നെ വായടയ്ക്കുകയും പിന്നീട് അസ്തഗ്ഫിറുല്ലാഹ് പറയുകയും ചെയ്യുക. അത്രയധികം നാവിനെ സൂക്ഷിക്കുക ഇൻഷാ അല്ലാഹ്. നാവിനെ ഒരുപാട് സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിക്കാത്ത ഒരാളുടെ അമലും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. അത് എനിക്കും നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നമ്മൾ പരിശ്രമിച്ച് നേടിയെടുക്കുക. നമുക്ക് മറ്റുള്ളവരെ പറ്റി പറഞ്ഞിട്ട് വേറെ ഒന്നും നേടാനില്ല, ഒന്നും കിട്ടാനുമില്ല. പക്ഷെ അവർക്ക് നേടാനുണ്ട്. നമ്മുടെ അമലുകൾ അവരിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് നേട്ടങ്ങളാണ് കിട്ടുന്നത്. മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കൊന്നും കിട്ടാനില്ല എങ്കിലും അവർക്ക് ഒരുപാട് അമലുകൾ നമ്മുടെ കയ്യിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി സംസാരിക്കാതിരിക്കുക. നാവിനെ ഒരുപാട് സൂക്ഷിക്കുക. വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ ശരിയാണോ? ഞാൻ ഈ വാക്കുകൾ ഇവിടെ പ്രയോഗിക്കണോ? ഈ സംസാരം എനിക്ക് ഇവിടെ വേണോ? അതെയോ ഞാൻ മൗനമായി ഇരിക്കണോ എന്ന് ചിന്തിച്ചിട്ട് ഈ സംസാരത്തിനേക്കാൾ നല്ലത് മൗനമാണെങ്കിൽ മൗനമായി തന്നെ ഇരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു വഴിയോരത്തിരുന്ന് കരയുകയാണ്.
ഒരു സഹാബത്ത് കടന്നു വരികയാണ്. എന്തിനാണ് ഉമറേ നീ ഇങ്ങനെ കരയുന്നത്? നിനക്ക് എന്താണ് കുഴപ്പം? നബി തങ്ങൾ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ നിനക്ക് സ്വർഗമുണ്ടെന്ന്, പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? ഞാൻ മൗനമായിട്ടിരുന്ന സമയത്തെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ സംസാരിച്ച സമയത്തെ കുറിച്ചോർത്ത് ഞാൻ ദുഃഖിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിച്ച സമയത്തിനെ കുറിച്ചോർത്തിട്ട് കരഞ്ഞതാണ്, ഞാൻ മൗനമായിട്ടിരുന്ന സമയത്തിനെ കുറിച്ച് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവർ സംസാരിച്ചത് എന്താണ്? അവർ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ സംസാരിച്ചിട്ടില്ല, എന്നിട്ടും അവർ കരയുകയാണ്. അപ്പോൾ നമ്മളും ഒരുപാട് ചിന്തിക്കാനുണ്ട്. നമ്മുടെ സംസാരം ശരിയല്ല, അതുകൊണ്ട് സംസാരം നന്നാക്കുക. വാക്കുകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വാക്കുകളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് ആപത്തിലേക്കും വിപത്തിലേക്കും ചെന്ന് ചാടും. കാരണം അത് നമ്മൾ വിചാരിക്കും നമ്മുടെ നാവിൽ നിന്നും കടന്നു വരുന്ന വാക്കുകളെല്ലാം മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതാണെന്ന്. പക്ഷെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്നും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കുക. ഒരു 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 മുസാഫിർ എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാലോ. പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരുപാട് ദൂര ദിക്കിൽ നിന്നും യാത്ര വരുന്നതാണ് വേറെ നാട്ടിലേക്ക്. ആ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ കുറെ ദിവസം കഴിഞ്ഞാണ് തിരിച്ചു മടങ്ങുള്ളൂ. അപ്പൊ അത്രയും ദിവസം അവർക്ക് ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തങ്ങണം. അന്ന് ആ കാലഘട്ടത്തില് ലോഡ്ജില്ല, അങ്ങനെ ഒന്നും വാടകയ്ക്ക് എടുക്കാൻ പറ്റിയ വീടുകൾ അങ്ങനെയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ മുസാഫിർ വന്നാല് ഏതെങ്കിലും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഏതെങ്കിലും ഒരു വീട്ടിൽ തങ്ങും. അപ്പൊ ഒരു മുസാഫിർ ഒരു നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് വന്നു. ആ മുസാഫിർ രാത്രിയായപ്പോൾ ഓരോ വീടുകൾ അന്വേഷിക്കാൻ തുടങ്ങി താമസിക്കാൻ വേണ്ടി. ഒരു വീടിന്റെ മുറ്റത്തേക്ക് കടന്നു ചെന്നു. ഒരു കുടിലാണ്. ആ കുടിലിന്റെ മുറ്റത്ത് ചെന്നിട്ട് ആ വീട്ടുകാരോട് വിളിച്ചു ചോദിച്ചു, ഞാനൊരു മുസാഫിറാണ്, എനിക്ക് ഇന്ന് ഈ വീട്ടിൽ ഞാൻ ഈ വീട്ടിൽ ഒന്ന് കിടന്നോട്ടെ. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഈ വീട്ടിൽ കിടക്കാൻ സൗകര്യമില്ല, ഈ വീട്ടിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, അതുകൊണ്ട് ഇവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഈ മുസാഫിറിനെ തിരിച്ചുവിട്ടു. രണ്ടാമത്തെ വീട് അന്വേഷിച്ച് മുസാഫിർ നടന്നു. ഒരുപാട് രാത്രിയായി. രണ്ടാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാരോട് ചോദിച്ചു, ഞാനൊന്ന് കിടന്നോട്ടെ. ആ വീട്ടുകാർ പറഞ്ഞു, പറ്റില്ല, ഇവിടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, അതുകൊണ്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. ഈ മുസാഫിർ വളരെ വിഷമത്തോടുകൂടി മൂന്നാമത്തെ വീട്ടിലെത്തി. മൂന്നാമത്തെ വീട്ടിലും കിടത്തിയില്ല എങ്കിൽ നാലാമത്തെ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ, വളരെ ചുരുങ്ങിയ രീതിയിൽ ഈ മുസാഫിർ ആ വീട്ടുകാരോട് ചോദിച്ചു, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഈ വീട്ടിലുണ്ടോ? ആ വീട്ടുകാർ പറഞ്ഞു, ഉണ്ട്. അപ്പോൾ ഈ മുസാഫിർ തിരിച്ചു നടന്നു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിൽ മുസാഫിർ തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടുകാർ വിളിച്ചു ചോദിച്ചു, എന്തിനാ? ഈ മുസാഫിർ പറഞ്ഞു, ഒന്ന് കിടക്കാനാ. അപ്പോൾ എന്തായി? വാക്കുകൾ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ എന്തായി? രണ്ട് വീട്ടിലും ഈ മുസാഫിർ വളരെ മാന്യനായി തിരിച്ചു പോന്നു. മൂന്നാമത്തെ വീട്ടിലെത്തിയപ്പോൾ വാക്കുകൾ തിരിഞ്ഞു പോയതിന്റെ പേരിൽ അവിടെ കൊള്ളരുതാത്തവനാവുകയും ആ വീട്ടുകാർ ആ മുസാഫിറിനെ പിടിച്ചടിക്കുകയും ചെയ്തു. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണോ, അള്ളാഹുവിന്റെ അടിമകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണോ ഞാൻ പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇൻഷാ അല്ലാഹ്. നാവാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് വിടുന്നത്. നാവ് തന്നെയാണ് നമ്മളെ മോശക്കാരനാക്കുന്നതും ഒരു നാവാണ് നമ്മളെ നല്ലവനാക്കുന്നതും. അതുകൊണ്ട് നാവിൽ നിന്നുമാണ് ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാകുന്നത്. കുറെ സൗന്ദര്യമുണ്ടായിട്ടും കുറെ വെളുപ്പുണ്ടായിട്ടും കുറെ സമ്പത്തുണ്ടായിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഒരു മനുഷ്യന്റെ നാവ് നല്ലതാണെങ്കിൽ ആ മനുഷ്യൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എല്ലാവരുടെയും മുന്നിൽ വിനയം കാണിക്കുക, എല്ലാവരുടെയും മുന്നിൽ താഴ്മ കാണിക്കുക. അഹങ്കാരം പാടെ മറന്നു കളയുക. ഒരാളുടെ മുന്നിലും അഹങ്കാരം കാണിക്കാതിരിക്കുക. അഹങ്കാരമുള്ളവന് സ്വർഗമില്ല, അത് തീരെ പ്രതീക്ഷിക്കേണ്ടതുമില്ല. അതുകൊണ്ട് അഹങ്കാരിയാവാതിരിക്കുക, വിനയമുള്ളവനാവുക, താഴ്മയുള്ളവനാവുക. സംസാരം വളരെ ചുരുക്കുക. അതാണ് ഒരു മുത്തക്കിയായ മനുഷ്യന് വേണ്ടത്.
അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ച് സൂക്ഷിച്ച് വരുമ്പോൾ ഒരു മുത്തക്കിയായി മാറാൻ സാധിക്കും. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തിന്മ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയാതെ ഒരാൾക്കും നന്മ വർദ്ധിക്കുമെന്ന് വിചാരിക്കണ്ട. തിന്മ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ ഉള്ള നന്മ കുറഞ്ഞു പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്കത് അറിയില്ല. ഉള്ള നന്മ കുറഞ്ഞു പോകും, പക്ഷെ നമുക്കത് മനസ്സിലാവൂല. സുന്നത്ത് നമസ്കരിക്കുന്നവന് ഫർള് മാത്രം മതി, സുന്നത്ത് വേണ്ടാന്ന് വെക്കും. സുന്നത്ത് നോമ്പ് പിടിച്ചോണ്ടിരുന്നവന് ഇനിയിപ്പോ വേണ്ടാന്ന് വെക്കും. ദിക്റ് ചൊല്ലിക്കൊണ്ടിരുന്നവൻ ദിക്റ് വേണ്ടാന്ന് വെക്കും. നന്നായി ഔറത്ത് മറച്ചോണ്ടിരുന്നവൻ പെണ്ണ് ഔറത്ത് ഇത്രയൊന്നും മറക്കണ്ടെന്ന് തോന്നും. ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ അമലുകൾ കുറച്ചായിട്ട് ശരീരത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തിന്മ ഒരാളിൽ നിന്നും നീങ്ങി പോകാതെ നന്മ വർദ്ധിക്കുമെന്ന് വിചാരിക്കുകയും വേണ്ട. തിന്മ കൂടി വരുന്തോറും നന്മ കുറഞ്ഞു പോകുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ തിന്മ ജീവിതത്തിൽ നിന്നും നീക്കി കളയണം. ഒരു മനുഷ്യൻ ഒരു മഹാന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ വീടിന്റെ കിണറിൽ നിന്നും വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല. ആ കിണറിൽ നിന്നും ഒരു വലിയ മണം പൊങ്ങി വരികയാണ്. ഒരു പൂച്ച എൻ്റെ കിണറിൽ വീണിട്ടുണ്ടെന്ന് ആ മനുഷ്യൻ ചെന്ന് പറയുവാണ് മഹാനോട്. അപ്പൊ ഈ മഹാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ആ 300 ബക്കറ്റ് വെള്ളം ആ കിണറിൽ നിന്ന് കോരിക്കളഞ്ഞിട്ട് കുടിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ അന്ന് 300 ബക്കറ്റ് വെള്ളം അതിൽ നിന്നും കോരി മാറ്റിയിട്ട് ഈ മഹാന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാനെ, എൻ്റെ കിണറിലെ വെള്ളം 300 ബക്കറ്റ് മാറ്റിയിട്ടും കുടിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും ആ മണം അങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു 300 ബക്കറ്റ് കൂടി കോരി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ 600 ബക്കറ്റ് വെള്ളം കോരി മാറ്റിയിട്ടും ആ കിണറിലെ വെള്ളത്തിന്റെ മണവോ രുചിയോ മാറിയിട്ടില്ല. ഈ മഹാന്റെ അടുക്കലേക്ക് വീണ്ടും ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാനെ, 600 ബക്കറ്റ് വെള്ളം ഞങ്ങൾ കോരി മാറ്റിയിട്ടും ആ കിണറിലെ വെള്ളത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മഹാൻ ചോദിച്ചു, ആ കിണറിൽ വീണ പൂച്ചയെ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, പൂച്ച ആ കിണറിൽ തന്നെ കിടക്കുന്നുണ്ടെന്ന്. അപ്പൊ ഈ മഹാൻ ചിരിച്ചുപോയി. അപ്പൊ അതാണ് ഇന്ന് നമുക്കും പറ്റിയത്. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്, വീണ്ടും കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ തിന്മ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് തിന്മ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നീക്കിക്കളഞ്ഞിട്ട് നന്മകൾ ചെയ്യുക. പൂച്ചയെ കിണറിൽ നിന്നും എടുത്തു കളഞ്ഞിട്ട് വെള്ളം കോരി മാറ്റുക. അതുപോലെ തിന്മയെ ഹൃദയത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞിട്ട് നന്മകളെ വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഒരു മുത്തക്കിയായി മുന്നോട്ട് പോകാൻ ഒരാൾക്ക് സാധിച്ചാൽ ഇരു ലോകത്തും അവൻ വിജയിച്ചവനായി. അവന് പിന്നെ ഈ ദുനിയാവിലെ പ്രതിസന്ധികളൊന്നും ആ മനുഷ്യന് പ്രശ്നമല്ലാതെയായി തീരും. പിന്നെ മരണം മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അതും ഒരു അതിഥിയായി സ്വീകരിക്കും. ആ മരണത്തെയും ഒരു വിരുന്നുകാരനായി സ്വീകരിക്കുകയും എൻ്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സമയം അടുത്തു വന്നല്ലോ എന്നുള്ള ചിന്തയിൽ സന്തോഷത്തോടുകൂടി ആ മരണത്തെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അമലുകൾ അല്പം കുറഞ്ഞു പോയാലും തിന്മ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയുക. അപ്പൊ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുവാണല്ലേ, അതെല്ലാവർക്കും അറിയാലോ. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു കാണാൻ വരികയാണ്. അലി റളിയല്ലാഹു അൻഹു കാണാൻ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്, അല്ലയോ അലിയെ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എപ്പോൾ നബി തങ്ങളെ കണ്ടുമുട്ടിയാലും എന്നോട് പറയുമായിരുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് വരികയാണ്, എൻ്റെ കൂടെ ഉമറും അബൂബക്കറും ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന കാര്യങ്ങൾ നടത്തിയിട്ട് വരികയാണ്, അതിന്റെ കൂടെയും ഉമറും അബൂബക്കറും ഉണ്ടായിരുന്നു. നബി തങ്ങൾ എന്ത് സംസാരിച്ചാലും അപ്പോഴെല്ലാം ഉമറും അബൂബക്കറും എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉമറെ. അതുകൊണ്ട് എന്തിനാണ് വിഷമിക്കുന്നത്? ഈ മരണത്തിന് ശേഷവും അബൂബക്കറിനോടും നബി തങ്ങളോടും നിങ്ങൾ ചെന്ന് ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്. അതാണ് അവരുടെ സ്വഭാവ ഗുണങ്ങൾ.
ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആശ്വാസ വാക്കുകൾ ആരെ കണ്ടുമുട്ടിയാലും പറഞ്ഞു കൊടുത്ത് മനുഷ്യനെ ആശ്വസിപ്പിക്കുക. കുത്തുവാക്കുകൾ പറയാതെ, നോട്ടം കൊണ്ടും ചിരി കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കുത്തുവാക്കുകൾ പറയാതെ ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ സന്തോഷിപ്പിക്കുക. അങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ലവനായി തീരുന്നത്. അല്ലാതെ നമുക്കിങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ കാണിച്ച എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിമുട്ടി ദുനിയാവൊന്ന് കഴിച്ചു കൂട്ടി ഞാനാണ് വലുതെന്നുള്ള ഒരു അഹങ്കാരത്തില് അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് സർട്ടിഫിക്കറ്റ് ആര് തരണം? നമുക്ക് സർട്ടിഫിക്കറ്റ് ജനങ്ങൾ തരണം. ജനങ്ങൾ തന്നു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അപ്പൊ നമുക്ക് മരണം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു. നമ്മൾ മരണത്തിലേക്ക് കടന്നുപോയി. ജനങ്ങളെല്ലാവരും കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ജനങ്ങളാണ് കരയേണ്ടത്. ജനങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ട് കരയുന്നവരുണ്ടാവും. ഞാൻ കരയാതെ നിന്നാൽ ഇവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ട് കരയുന്നവരുണ്ടാവും. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ വിഷമമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറെ ജനങ്ങൾ അവിടെ നിന്ന് കുറെ ഒച്ചയുണ്ടാക്കി കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ആരാണ് കരയേണ്ടതെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ആരാ കരയേണ്ടത്? ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വീട്ടിന്റെ മുറ്റത്തുള്ള മരങ്ങൾ കരയണം. ആ വീടിന്റെ മൺതരികൾ കരയണം. ആ വീട്ടുമുറ്റത്തുള്ള എല്ലാ മരങ്ങളും ഇലകളും കരയണം. അള്ളാഹുവിനോട് അവർ വിളിച്ചു പറയണം, അള്ളാഹുവേ നീ ആ മനുഷ്യനെ ഞങ്ങളിൽ നിന്നും കൊണ്ടുപോവുകയാണോ? ഞങ്ങൾ എല്ലാ ദിവസവും ആ മനുഷ്യന്റെ സൽസ്വഭാവം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ആ മനുഷ്യന്റെ ഖുർആൻ പാരായണം കേട്ട് ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ആ മനുഷ്യന്റെ നമസ്കാരങ്ങളും നോമ്പുകളും അങ്ങനെയെല്ലാം കണ്ട് ആസ്വദിച്ചാണ് ഈ വീട്ടുമുറ്റത്ത് നിന്നത്. ഇനി ഞങ്ങൾ എന്താണ് ആസ്വദിക്കുന്നതെന്ന് ഈ മരങ്ങളും ഇലകളും മൺതരികളും അള്ളാഹുവിനോട് വിളിച്ചു പറയണം. പിന്നീട് മലക്കുകൾ കരയണം. മലക്കുകൾ അള്ളാഹുവിനോട് വിളിച്ചു പറഞ്ഞു കരയണം, അള്ളാഹുവേ ഈ മനുഷ്യനെ ഈ ദുനിയാവിൽ നിന്നും നീ കൊണ്ടുപോവുകയാണോ? ഈ മനുഷ്യന്റെ അമലുകളെ സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാ ദിവസവും വളരെ സന്തോഷത്തോടു കൂടി ആകാശ ലോകത്ത് നിന്നും ഇറങ്ങി വരുമായിരുന്നു. ഈ മനുഷ്യന്റെ നല്ല അമലുകൾ നിന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ മത്സരിക്കുമായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഈ നല്ല അമലുകൾ കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ മലക്കുകളും കരയണമായിരുന്നു. അങ്ങനെ അവരെയാണ് നമ്മൾ കരയിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ളവർ കരയുമ്പോൾ സ്വന്തമായി എല്ലാവരും കരഞ്ഞു തുടങ്ങുമ്പോൾ ഈ ദുനിയാവിലുള്ള ജനങ്ങളെയും അള്ളാഹു കരയിപ്പിക്കും. ആദ്യം മലക്കുകൾ കരയണം. പിന്നീട് വീടിന്റെ മുറ്റത്തുള്ള മരങ്ങളും ഇലകളും എല്ലാവരും കരയണം. പിന്നീട് നമ്മുടെ വീടിന്റെ ഭിത്തികൾ കരയണം. വീടിന്റെ റൂമുകൾ കരയണം. ഇങ്ങനെ ഈ ഭിത്തികൾ വിളിച്ചു പറയണം, അള്ളാഹുവേ ഈ വീടിന്റെ ഈ 4 ഭിത്തികൾക്കുള്ളിൽ ഈ മനുഷ്യൻ നിനക്ക് വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്തു കൂട്ടുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ അമലുകൾ ആസ്വദിക്കുന്നതെന്ന് ഈ ഭിത്തികൾ വിളിച്ചു പറയണം. ഇങ്ങനെ ഓരോ വസ്തുക്കളും നമ്മളെ കുറിച്ച് അള്ളാഹുവിനോട് അഭിമാനം പറയണം. അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് അല്ലാതെ കിട്ടണം. അപ്പോൾ അള്ളാഹു ജനങ്ങളിലേക്ക് ആ സ്നേഹം വിട്ടുകൊടുക്കും. ഞാൻ എൻ്റെ അടിമയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മലക്കുകളും എൻ്റെ അടിമയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളും സ്നേഹിക്കുക എന്ന് ജനങ്ങളോടും വിട്ടുകൊടുക്കും. അങ്ങനെ ജനങ്ങളും ഉള്ളിൽ നിന്നും വിഷമത്തോടുകൂടി ദുആ ചെയ്തുകൊണ്ട് മയ്യത്തിന്റെ അടുത്തു നിന്നും കരയാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം ആരെയാണ് കരയിപ്പിക്കേണ്ടത്? ആദ്യം മലക്കുകളെ കരയിപ്പിക്കണം. പിന്നീട് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കരയിപ്പിക്കണം. അങ്ങനെ ഈ 2 പേരും കരഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കും. ആ മനുഷ്യനെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ നിങ്ങളിൽ നിന്നും കടന്നു പോന്നാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക, ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ കരയുക എന്ന് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയും അങ്ങനെ ജനങ്ങൾ ഈ മയ്യത്തിന്റെ അടുത്തു നിന്ന് കരയുകയും ചെയ്താൽ ഈ മനുഷ്യൻ വിജയിച്ചവനായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ഒരു മരണം, അങ്ങനെയുള്ള ഒരു മയ്യത്തായി തീരാൻ നമ്മൾ എല്ലാവരും ദുആ ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. പിന്നീട് ഈ മനുഷ്യന്റെ റൂഹിനെ കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ മത്സരിക്കാൻ തുടങ്ങും. മലക്കുകൾ മത്സരിച്ച് ആ റൂഹിനെ തട്ടിപ്പറിക്കാൻ തുടങ്ങും. ഞാൻ കൊണ്ടുപോകാം ഈ റൂഹിനെ ഞാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാവരും കൊതിയോടുകൂടി ആർത്തി കാണിക്കും. അങ്ങനെ ആർത്തി കാണിച്ച് 7 ആകാശങ്ങളും ഈ
അള്ളാഹുവിനോട് വിളിച്ചു പറയും, അള്ളാഹുവേ, ഈ ഏഴാനാകാശങ്ങളിലേക്കും ഞങ്ങളുടെ ഓരോ കവാടങ്ങളിലൂടെയും ഈ മനുഷ്യന്റെ അമലുകൾ നിന്നിലേക്ക് കടന്നു പോരുമ്പോൾ ഞങ്ങൾ എത്രമാത്രം ആസ്വദിച്ചിട്ടാണ് കടത്തിവിട്ടതെന്ന് നിനക്കറിയുമോ? ഇനി ഈ മനുഷ്യന്റെ റൂഹിനെയും ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചുകൊണ്ടാണ് നിന്നിലേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ ഏഴാനാകാശങ്ങളും തയ്യാറായി നിൽക്കും ഈ മനുഷ്യന്റെ റൂഹിനെ അള്ളാഹുവിലേക്ക് കൊടുത്തുവിടാൻ. അങ്ങനെ അള്ളാഹു ഈ റൂഹിനെ വളരെ പുഞ്ചിരിയോടും പൊരുത്തത്തോടും തൃപ്തിയോടും കൂടി സ്വീകരിക്കുകയും ഇല്ലിയീൻ എന്ന സ്ഥലത്തേക്ക് ഈ റൂഹിനെ വെക്കുകയും ഈ മനുഷ്യന്റെ അമലുകൾ മുഴുവനും അവിടെ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ള അമലുകൾ അള്ളാഹുവിലേക്ക് കൊടുത്തുവിടുകയും അവസാനം റൂഹിനെ നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് കൊടുത്തുവിടുകയും ചെയ്യണം. ഇതാണ് മഹാന്മാർ ചെയ്തത്, ഇതാണ് സഹാബത്ത് ചെയ്തത്, ഇതാണ് നബിമാർ ചെയ്തതും. അത് ചെയ്യാൻ വേണ്ടി നമ്മളും മത്സരിക്കുക. ജനങ്ങളുടെ മുന്നിൽ ഞാനാണ് വലുതെന്ന് പറഞ്ഞ് മത്സരിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാതെ അള്ളാഹുവിന്റെ മുന്നിൽ നല്ലവനായി നിൽക്കുക. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അതാണ് ഒരു മുത്തക്കിയായ മനുഷ്യന് വേണ്ടത്. ഇങ്ങനെയെല്ലാം മത്സരിച്ച് അമലുകൾ വർദ്ധിപ്പിച്ച് ഇങ്ങനെ ഒരു ജനങ്ങൾ ആരും അറിയരുത് നമുക്ക് എത്ര അമലുണ്ടെന്നുള്ളത്. അമലുകളെ മുഴുവനും മറച്ചു വെക്കുക, ഇൽമുകളെ മുഴുവനും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്, ഇൽമുകൾ കിട്ടിയാൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാൽ അമലുകൾ മുഴുവനും മറച്ചു വെക്കുക, ഒരു അമല് പോലും അടുത്തിരിക്കുന്ന ആൾ അറിയാതിരിക്കുക. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അങ്ങനെയുള്ള അമലുകൾക്ക് മാത്രമാണ് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് പറഞ്ഞു വിടുന്ന അമലുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ രഹസ്യമായി സൂക്ഷിച്ച് അള്ളാഹുവിലേക്ക് പറഞ്ഞു വിടുക. നമ്മുടെ വീട്ടിൽ ഒരു ലോക്കർ ഉണ്ടല്ലേ, ഒരു ലോക്കർ ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് ആഭരണങ്ങളുണ്ട്. ആ ആഭരണങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആരും അറിയാതെ നമ്മൾ അതിനെ മറച്ചു വെച്ചു. ആരും അറിയല്ലേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അങ്ങനെ ആ ലോക്കറിൽ ആ പണം മുഴുവനും സൂക്ഷിച്ചു വെച്ചിട്ട് ആരും അറിയാതെ ആ ദുനിയാവിന്റെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ചു. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ സൂക്ഷിക്കാനുള്ള ലോക്കറാണ് ഹൃദയം. അങ്ങനെ ആ ഹൃദയമാകുന്ന ലോക്കറിലേക്ക് നമ്മുടെ അമലുകളെ സൂക്ഷിക്കുക. എന്നിട്ട് ആരും അറിയാതെ ആ ലോക്കറിനെ താഴിട്ട് പൂട്ടുക. അങ്ങനെ ആ താക്കോലിനെ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് ആ ലോക്കറിൽ നിറച്ചു വെച്ച ഹൃദയത്തിൽ നിറച്ചു വെച്ച അമലുമായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുക. കാരണം അത് അള്ളാഹുവിനുള്ള സമ്പാദ്യമാണ്. നാളെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ്. അത് ജനങ്ങളോട് വിളിച്ചു പറയാതിരിക്കുക. അത് ഹൃദയമാകുന്ന ലോക്കറിലേക്ക് ആ ഒരു അമലുകളെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ടുപോയി സന്തോഷത്തോടു കൂടി ഏൽപ്പിക്കുക. ദുനിയാവിന്റെ സമ്പത്ത് ജനങ്ങൾ അറിയാതെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനുള്ള സമ്പത്ത് ജനങ്ങൾ അറിയാതെ ആഗ്രഹിക്കുക. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. രഹസ്യമായ അമലുകൾ അള്ളാഹുവിന് കൊടുക്കുക. അങ്ങനെ ഞാൻ അമലുകൾ ചെയ്യുന്ന ഒരാളാണെന്ന് ജനങ്ങൾ അറിയാത്ത രീതിയിൽ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് എത്തിപ്പെടുക. ഒരു രീതിയിലും നമസ്കരിച്ചതും നോമ്പ് പിടിച്ചതും ദിക്റ് ചൊല്ലിയതും ഖുർആൻ ഹത്തം തീർത്തതും കണക്ക് പറഞ്ഞ് എണ്ണം പിടിച്ച് ജനങ്ങളെ അറിയിക്കാതിരിക്കുക. ആ അമലുകൾ ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ആ അമലുകളുടെ പ്രതിഫലം ജനങ്ങളോട് തന്നെ വാങ്ങാൻ അള്ളാഹു പറയുകയാണ്. ആ അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് അമലുകൾ വിളിച്ചു പറയാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും അത് ശ്രദ്ധിക്കാൻ. സംസാരത്തിൽ നിന്നും അമലുകൾ പുറത്തു ചാടാൻ വേണ്ടി ഇബ്ലീസ് പരിശ്രമിക്കും. കാരണം അമലുകൾ മുന്നിൽ നിർത്തി സംസാരിക്കാനാണ് ഇന്ന് ജനങ്ങൾക്ക് ഇഷ്ടം. അമലുകളെ പിന്നിലേക്കാക്കിയിട്ട് സംസാരിക്കുക. ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ എന്തോ പള്ളിയിൽ വിളിച്ചു പറയുന്നത് കേട്ടു. അപ്പോ എന്തായി? അമലുകളെ മുന്നിൽ നിർത്തിയിട്ട് സംസാരിച്ചു. ഞാൻ ഖുർആൻ ഒന്ന് ഓതാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴേക്കും ഒരു ഫോൺ വന്നു. അപ്പൊ എന്തായി? അമലുകൾ മുന്നിൽ വെച്ചിട്ട് സംസാരിച്ചു. എനിക്കിന്ന് സുന്നത്ത് നോമ്പാണ്, അതുകൊണ്ട് വളരെ ക്ഷീണമാണ്. അപ്പൊ എന്തായി? അമലുകൾ മുന്നിൽ വെച്ചിട്ട് സംസാരിച്ചു. ഈ അമലുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഈ അമലുകൾ അള്ളാഹുവിലേക്ക് എത്തിയിട്ടുമില്ല. കാരണം അത് ദുനിയാവിൽ തന്നെ കുഴിച്ചു മൂടി എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അമലുകൾ മുന്നിൽ നിർത്തി സംസാരിക്കാതെ അമലുകളെ പിന്നിലാക്കിയിട്ട് സംസാരിക്കുക. ഇൻഷാ അല്ലാഹ് അമലുകളെ ഒരുപാട് മറച്ചു വെക്കുക. ഇങ്ങനെ മറച്ചു വെച്ച അമലുകളുമായി, രഹസ്യമായ അമലുകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മഹ്ശറ മൈതാനിയിൽ നിൽക്കാം.
ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹു പറയുകയാണ്, എന്റെ അഭിമാനപൂർവമായ എന്റെ അടിമകളെ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ അർഷിന്റെ തണലിലേക്ക് കയറിപ്പോവുക, നിങ്ങൾ അർഷിന്റെ തണലിലേക്ക് കയറി നിൽക്കുക. ഓരോരുത്തരെയും പേര് വിളിച്ച് അർഷിന്റെ തണലിലേക്ക് കയറ്റി വിടുന്നതാണ്. കാരണം അള്ളാഹുവിന് ചെയ്ത അമലുകളെ വളരെ സൂക്ഷിച്ച് ഭംഗിയായി മറച്ചു വെച്ചുകൊണ്ട് അത് അള്ളാഹുവിനെ തന്നെ ഏൽപ്പിച്ചപ്പോൾ അള്ളാഹു അഭിമാനത്തോടുകൂടി അടിമകളെ വിളിക്കുകയാണ്. അതുകൊണ്ട് കുറഞ്ഞ അമലാണെങ്കിലും ജനങ്ങൾ അറിയാതെ സൂക്ഷിക്കുക. ജനങ്ങളുടെ മുന്നിൽ ഞാൻ ആരുമല്ല എന്നുള്ള ഒരു രീതിയിൽ നടക്കുക. അതാണ് ഒരു മുഅ്മിനായ മുത്തക്കിയായ ഒരു മനുഷ്യന് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരാൾ ഖബറിലേക്ക് ചെല്ലുമ്പോഴും ആ ഖബറിലും വലിയ സ്വീകാര്യത കിട്ടും. കാരണം ഇങ്ങനെയുള്ള ഒരാൾ അമലുകളെ മറച്ചു വെച്ചുകൊണ്ട് ദുനിയാവിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ഒരാളെ ഈ മണ്ണ് എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ എന്നാണ് എന്നിലേക്കൊന്ന് കടന്നു വരുന്നത്? ഈ മനുഷ്യനെ ഒന്ന് വാരിപ്പുണരാനും ഈ മനുഷ്യനെ ഒന്ന് കെട്ടിപ്പിടിക്കാനും എനിക്ക് കൊതിയാവുകയാണെന്ന് ഈ മണ്ണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മണ്ണിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഈ മണ്ണിന്റെ താഴ്ഭാഗത്തേക്ക് എനിക്ക് പോകാനുള്ളതാണ്, ഈ മണ്ണിന്റെ അടിയിൽ പോയി എനിക്ക് കിടക്കാനുള്ളതാണ് എന്നുള്ള ഒരു ചിന്തയിൽ ഈ മണ്ണിന്റെ മുകളിലൂടെ നടക്കുക. അപ്പോൾ എങ്ങനെ നടക്കും? അങ്ങനെ ഒരു ചിന്തയിൽ ഒരു അടിമ ഈ മണ്ണിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ആ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവുകയില്ല. ആ മനുഷ്യൻ ഒരു കാലെടുത്തു വെക്കുമ്പോൾ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കും, ഒരു കാലെടുത്തു വെക്കുമ്പോൾ മരണത്തിനെ പറ്റി ചിന്തിക്കും. ആ മനുഷ്യൻ മര്യാദയ്ക്ക് ഔറത്ത് മറച്ചുകൊണ്ട് ഈ മണ്ണിന്റെ മുകളിലൂടെ നടക്കും. ആ മനുഷ്യൻ അഹങ്കാരം കാണിക്കുകയില്ല. ആ മനുഷ്യൻ മറ്റുള്ളവരെ പറ്റി സംസാരിക്കുകയില്ല. ആ മനുഷ്യൻ എന്ത് തിന്മകൾ കണ്ടാലും അതിൽ നിന്നും മാറിപ്പോകാൻ വേണ്ടി പരിശ്രമിക്കും. കാരണം ആ മനുഷ്യന് ഈ മണ്ണിന്റെ താഴ്ഭാഗത്തേക്ക് പോകാനുള്ളതാണെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ, അവന് ബുദ്ധിയുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ടാണ് ഈ ദുനിയാവിൽ ഓരോ മണിക്കൂറും കഴിച്ചു കൂട്ടുകയുള്ളൂ. ഈ മണ്ണാണെങ്കിൽ എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ട്, നീ എന്നിലേക്ക് കടന്നു വരാനുള്ളതാണ്, നീ എന്നിലേക്ക് കടന്നു വരാനുള്ളതാണ്, നീ എന്റെ മുന്നിൽ വന്ന് കിടക്കാനുള്ളതാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുക എന്ന് ഈ മണ്ണും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം തട്ടിമാറ്റിയിട്ട് ഈ ദുനിയാവിൽ അഹങ്കരിച്ച് ജീവിക്കുകയാണ്, ആർത്ത് അട്ടഹസിച്ച് അലങ്കരിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ചിന്തിക്കുക. അപ്പലാ തഅഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ ഖബറിന്റെ ഉള്ളിൽ പോയി കിടക്കുമ്പോൾ ഈ ഖബർ നമ്മളോട് വിളിച്ചു പറയും, എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു, നിന്നെ ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. അത്രയും അഭിമാനത്തോടും മര്യാദയോടും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുമാണ് നീ എന്റെ മുകളിലൂടെ നടന്നതെന്ന് ഈ ഖബർ വിളിച്ചു പറയും. എന്നാൽ ദുഷ്ടനായ ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഈ മണ്ണ് വിളിച്ചു പറയും, നിന്നെ ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നീ എത്ര അഹങ്കാരത്തോടു കൂടിയാണ് എന്റെ മുകളിലൂടെ നടന്നത്, നിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ അഹങ്കാരത്തോടു കൂടിയാണ് അടുത്ത കാൽ നീ എടുത്തു വെച്ചത്. നീ എന്റെ മുകളിലൂടെ നടന്നപ്പോൾ നീ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല നീ എന്നിലേക്ക് കടന്നു വരാനുള്ളതാണെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അതുകൊണ്ട് എന്റെ സ്വഭാവം നീ കാണുക എന്ന് പറഞ്ഞിട്ട് ഈ ഖബർ ഈ മനുഷ്യനെ കോർത്തിണക്കുന്നതാണ്. അതുകൊണ്ട് സ്നേഹത്തോടു കൂടിയുള്ള വാരിപ്പുണരൽ ഖബർ എല്ലാവരെയും ഒന്ന് ഞെരുക്കും. അത് ആരെയും ഞെരുക്കാതിരുന്നിട്ടില്ല. പക്ഷെ രണ്ട് രീതിയിലാണ് ഞെരുക്കുന്നത്. സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഞെരുക്കം, ദേഷ്യത്തോടു കൂടിയുള്ള ഒരു ഞെരുക്കം. ഈ സ്നേഹത്തോടു കൂടിയുള്ള ഞെരുക്കത്തിൽ പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുക, സ്വന്തമായി തിരഞ്ഞെടുത്ത് സ്വന്തമായി അത് ഒരിക്കലും ഒരാളിൽ നിന്നും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒരാളിൽ നിന്നും നേടിയെടുക്കാൻ പറ്റിയതല്ല, ഒരു കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതല്ല, ഒരു കടലിൽ പോയി മുങ്ങിത്തപ്പാനുള്ളതല്ല. ഇങ്ങനെ ഒരിടത്തു നിന്നും കിട്ടാത്ത ഒരു വലിയ നിധിയാണ് ദീൻ. ഈ ദീൻ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക, സ്വയം നേടിയെടുക്കുക. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി പരിശ്രമിക്കുക. പരിശ്രമത്തിലൂടെ മാത്രം നേടിയെടുക്കേണ്ട ഒരു വലിയ നിധിയാണ് ദീന്. ആ നിധിയെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇനിയിപ്പം നമുക്ക് റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത്. ഇനിയിപ്പം ഒരു വലിയ അമലായിട്ട് വരാനുള്ളത് റമളാനാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് ഹജ്ജാണ്.
നമ്മളെല്ലാരും അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. റമദാൻ തയ്യാറെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്നത് ഹജ്ജിലേക്കാണെങ്കിൽ ഇതിന് രണ്ടിനും നമ്മൾ തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ്? ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്നവർ കുറെ അച്ചാറിടും, കുറേയേറെ എന്തെങ്കിലും അങ്ങനെ കുറെ തയ്യാറാക്കി കുറെ വാരിക്കെട്ടി കൊണ്ടുപോകുന്ന ലഗേജ് മൊത്തം അങ്ങനെയൊക്കെ തയ്യാറെടുക്കാനാണ് തീരുമാനമെങ്കിൽ ആ ഹജ്ജ് കൊണ്ട് കബൂലിയത്താവൂല. കബൂലിയത്തായ ഒരു ഹജ്ജ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം അള്ളാഹുവിനെ പരിചയപ്പെടണം. അള്ളാഹു എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞത് എന്താണെന്ന് അത് പഠിക്കണം. എനിക്ക് ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ നിർബന്ധമാക്കിയതിൽ 5ാമത്തെ കാര്യമാണ് ഹജ്ജ്. ബാക്കി 4 കാര്യങ്ങളും ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ബാക്കി 4 കാര്യങ്ങളും ശരിയായി കഴിഞ്ഞാൽ 5ാമത്തെ കാര്യം ശരിയാവും. അതുകൊണ്ട് ആദ്യം ഹജ്ജിന് പോവുകയല്ല വേണ്ടത്. ആദ്യത്തെ 4 കാര്യങ്ങൾ ശരിയാക്കുക. ആദ്യം ഷഹാദത്ത് ശരിയാക്കുക. ഷഹാദത്തിനെ പൂർണ്ണമായും ശരിയാക്കുക. നമസ്കാരം ശരിയാക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പ് ശരിയാക്കുക. പിന്നീട് ഹജ്ജ് ചെയ്യുക. ആദ്യം 1ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിൽ നിന്നും 1ാം ക്ലാസ്സിലേക്ക് പോരാൻ നോക്കാതെ 1ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിലേക്ക് കയറാൻ നോക്കുക. ആദ്യം ഷഹാദത്ത് മുതൽ തർത്തീബാക്കി കൊണ്ടുവരിക. 5ാമത്തെ ഹജ്ജിൽ നിന്നും ഷഹാദത്തിലേക്ക് കയറാതെ ഷഹാദത്തിൽ നിന്നും ഹജ്ജിലേക്ക് വരിക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് കലിമ ശരിയാക്കുക. കലിമ ശരിയാക്കാതെ എന്ത് ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് കലിമ ഇൻഷാ അല്ലാഹ് പരിപൂർണമായും ശരിയാക്കുക. അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഒരു പോലീസുകാരന്റെ കയ്യിലേക്ക് ഒരു കള്ളനെ കിട്ടി. ആ പോലീസുകാരൻ ആ കള്ളനെ ഒരുപാട് മർദ്ദിച്ചു. കുറെ മർദ്ദിച്ചപ്പോൾ ആ കള്ളൻ വിളിച്ചു പറഞ്ഞു, എന്നെ ഇനി അടിക്കല്ലേ, എന്നെ ഇനി മർദ്ദിക്കല്ലേ, ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് ഈ കള്ളൻ ഈ പോലീസുകാരനോട് വിളിച്ചു പറയുകയാണ്. ഈ പോലീസുകാരനും അല്പം ദയ തോന്നുകയാണ് ഈ മനുഷ്യനോട്. പോലീസുകാരൻ ഈ കള്ളനെ വെറുതെ വിടുകയാണ്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു. ആ കുട്ടിയെ ഉമ്മ കുറെ അടിച്ചു. അപ്പോ ഈ കുട്ടി കരയാൻ തുടങ്ങി, എന്നെ അടിക്കല്ലേ, ഞാൻ ഇനി ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയല്ല എന്ന് കുട്ടി ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മയും അല്പം ദയ തോന്നിയിട്ട് ഈ കുട്ടിയെ വെറുതെ വിടുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസുകാരന് ഈ കള്ളന്റെ ഹൃദയം മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഈ കള്ളൻ ഇനിയും ഈ പരിപാടി തന്നെ ആവർത്തിക്കുമായിരിക്കും. പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ വാക്കുകളായിരിക്കും. പക്ഷെ പോലീസുകാരൻ ആ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ആ കള്ളനെ വെറുതെ വിട്ടു. ഈ കുട്ടി ഇനിയും ഈ തെറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ ഈ ഉമ്മയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈ കുട്ടി കരഞ്ഞതായിരിക്കും. പക്ഷെ ഈ കുട്ടി പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ഉമ്മയും ഈ കുട്ടിയെ വെറുതെ വിട്ടു. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട്, അള്ളാഹുവിന്റെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരടിമ കരയുകയാണ്, അള്ളാഹുവെ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യുകയില്ല, ഞാൻ ഇനി ഒരു തെറ്റും ആവർത്തിക്കുകയില്ല, ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് നീ എനിക്ക് മാപ്പ് തരണം, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ഒരു അടിമ കരയുമ്പോൾ അള്ളാഹു അവന്റെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. ഇവൻ പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് നോക്കുകയാണ്. ഇവൻ വെറുതെ ഹജ്ജ് എന്നുള്ള പേരും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നിട്ട് ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നത് കണ്ടും എല്ലാവരും ചോദിക്കുന്നത് കണ്ടും എല്ലാം കണ്ടും കേട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടി ഇവൻ ചോദിക്കുന്നതാണോ അതെയോ ശരിക്കും മനഃപൂർവ്വവും ഇവൻ ചോദിക്കുന്നതാണോ അതെയോ സത്യമായിട്ടും ഇവൻ ഈ തെറ്റുകളിൽ നിന്നും പിന്മാറിയിട്ടുണ്ടോ, ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് ഇവൻ പറയുന്നത് സത്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹുവിനുള്ളത് കൊണ്ട് അള്ളാഹു ആ തെറ്റ് പുറത്തു തരികയില്ല. മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നിന്റെ അടിമ എത്ര ദിവസങ്ങളായി നിന്റെ മുന്നിൽ വന്ന് കരയാൻ തുടങ്ങിയിട്ട്, നിന്നോട് ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് അടിമ പറയുന്നുണ്ടല്ലോ, അള്ളാഹു നീ എന്തുകൊണ്ട് പുറത്തു കൊടുക്കുന്നില്ല എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് എന്താ പറയണത്? അവൻ പറയുന്നത് കള്ളമാണ്, അവൻ വെറുതെ നാവ് കൊണ്ട് വിളിച്ചു പറയുന്നതാണ്. അവന്റെ ഹൃദയത്തിൽ ഇനിയും ആ തെറ്റ് ആവർത്തിക്കും എന്നുള്ള ചിന്തയുണ്ട്. അവൻ ഇപ്പോൾ വെറുതെ നാവ് കൊണ്ട് വിളിച്ചു പറയുന്നതാണ്, അവന്റെ ഹൃദയത്തിൽ നിന്നും ഒരു ദുആ പോലും കടന്നു വന്നിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നതാണ്. അതുകൊണ്ട് ദുആ എവിടെ നിന്നും കടന്നു വരണം? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും കടന്നു വരണം.
വെറുതെ നാവ് കൊണ്ട് പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. ജനങ്ങളുടെ ഇടയിൽ നിന്നും നാവ് കൊണ്ട് സംസാരിച്ച് രക്ഷപ്പെടാം. പക്ഷെ അള്ളാഹുവിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ നിന്നും അള്ളാഹുവിന്റെ മുന്നിലേക്കുള്ള ദുആയും ദിക്റും നമസ്കാരങ്ങളും ഇതെല്ലാം കടന്നു വന്നാൽ മാത്രമാണ് അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഒരു മനുഷ്യന്റെ ഹൃദയം മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരോട് ഞാൻ ഉണർത്തിക്കുകയാണ്. ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുക. ആദ്യമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുക. ആദ്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുക. അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ട് മാത്രം ഹജ്ജിനായി പുറപ്പെടുക. എങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടേണ്ടത്? നമുക്കിന്ന് നമ്മളെ ഒരു വീട്ടിലേക്ക് വിരുന്ന് വിളിക്കുകയാണ്. നമുക്ക് ആ വീട്ടിലേക്ക് വിരുന്നിന് പോകണം. ആ വീട്ടുകാർ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ഒരുപാട് വിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കഴിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. നമ്മൾ അവിടെ ഇരുന്ന് അതെല്ലാം കഴിക്കുകയാണ്. അതെല്ലാം കഴിച്ച് കുറെ സമയം അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമ്മൾ ഇറങ്ങി പോരുകയാണ്. എന്നാൽ ആ വിഭവങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടും ആ വീട്ടുകാരനെ നമ്മൾക്ക് കാണാൻ പറ്റിയില്ല. ആ വീട്ടുകാരനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആ വീട്ടുകാരനെ കാണാതെ നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമുക്ക് ആ വിരുന്ന് കൊണ്ട് എന്തെങ്കിലും തൃപ്തിയായോ? ഇല്ല. കുറെ വിഭവങ്ങൾ കഴിച്ചു, ആ വീടൊക്കെ നടന്നു കണ്ടു. പക്ഷെ വീട്ടുകാരനെ കാണാത്തതിന്റെ പേരിൽ നമുക്ക് തൃപ്തിയായിട്ടില്ല എങ്കിൽ അള്ളാഹു നമ്മളെ അതിഥിയായി സ്വീകരിക്കുകയാണ്. ഒരു വിരുന്നുകാരനായി അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വിളിക്കുകയാണ്. നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് ചെന്ന് ആ വീടിന് ചുറ്റും നടന്നതെല്ലാം കാണുകയാണ്. അവിടെയുള്ള ഈത്തപ്പഴവും സംസവും ഇങ്ങനെ വിഭവങ്ങളെല്ലാം കഴിക്കുകയാണ്. ആ വീട്ടുകാരനെ പരിചയപ്പെടാതെ തിരിച്ചു പോരുകയാണ്. തൃപ്തിയുണ്ടോ? ഇല്ല. വീട്ടുകാരനാരാണ്? ആ വീടിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ വീടിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ കാണാതെ നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. നമുക്ക് തൃപ്തിയുണ്ടോ? ഇല്ല. അതാണ് ആരുടെയും ഹജ്ജ് കബൂലിയത്താകാത്തത്. അതുകൊണ്ടാണ് ഹജ്ജ് കഴിഞ്ഞ് വന്നവർക്ക് മാറ്റങ്ങൾ സംഭവിക്കാത്തത്. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. ആ വീട് കണ്ടു, വീടിന്റെ മുറ്റത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അവിടെ ഉണ്ടാക്കി വെച്ച വിഭവങ്ങളെല്ലാം കഴിച്ചു, തിരിച്ചു നാട്ടിലേക്ക് തന്നെ മടങ്ങി. വീട്ടുകാരനെ പരിചയപ്പെട്ടില്ല, വീട്ടുകാരനെ അന്വേഷിച്ചില്ല, വീട്ടുകാരൻ ഏതാണെന്ന് മനസ്സിലാക്കാതെ പോന്നു. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വിഭവങ്ങളൊന്നും കഴിച്ചില്ല എങ്കിലും, അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ല എങ്കിലും നമ്മൾ കടന്നു ചെന്ന വീട്ടുകാരനെ നമ്മൾ അന്വേഷിക്കണം. നമ്മളെ വിരുന്നിനായി ക്ഷണിച്ച വീട്ടുകാരൻ ആരാണെന്ന് നമ്മൾ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. എന്നിട്ട് ആ വീട്ടുമുറ്റത്തേക്ക് ചെന്നിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടണം. അള്ളാഹുവിന്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞുകൊണ്ട് യാചിക്കണം. അങ്ങനെ യാചിച്ച് നിന്നെ കാണാതെ ഞാൻ തിരിച്ചു പോവുകയില്ല, നീ ഇല്ലാതെ ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയില്ല, എനിക്ക് ഈ ഒന്നുമല്ല, നീ ഒരുക്കി വെച്ച സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട, നിന്റെ വീടും എനിക്ക് കാണേണ്ടതില്ല, എന്നാൽ എനിക്ക് നിന്നെ കാണണമെന്ന് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയും അങ്ങനെ ആ വീട്ടുകാരനെ പരിചയപ്പെട്ട് ആ വീട്ടുകാരനെ കണ്ടുമുട്ടിയിട്ടേ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാവൂ. ഇതാണ് എനിക്ക് ഹാജിമാരോട് പറയാനുള്ളത്. ഒരു ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമാണ്. കുറെ സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാം. എന്നാൽ ഒരു ഹാജിയാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഹജ്ജുമ്മയാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഹജ്ജുമ്മയാവുക, യഥാർത്ഥ ഹാജിയായി മാറുക. അല്ലാതെ ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കണ്ടല്ലോ.
അസ്സലാമു അലൈക്കും. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതിന്റെ ഉള്ളടക്കം ഒരു ഉള്ളടക്കം മനസ്സിലാക്കുക. കാരണം തിന്മ മാറ്റിയിട്ട് അള്ളാഹുവിനെ ഹൃദയം കൊണ്ട് ക്ഷണിച്ചിട്ട് റമദാനിലേക്കും ഹജ്ജിലേക്കും പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പരിശ്രമിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. പരിശ്രമിക്കും തോറും അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരും ഇൻഷാ അള്ളാ. അതുകൊണ്ട് പരിശ്രമത്തിലൂടെ നേടിയെടുക്കുക. അതാണ് ഞാൻ കോഴിമുട്ടയുടെ പറഞ്ഞതും ഉദാഹരണങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോ ഉപമയിലൂടെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നേടിയെടുക്കുക. 1000 കിതാബ് പഠിച്ചാലും അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല എങ്കിൽ അയാൾ ഒന്നും നേടിയിട്ടില്ല. എന്നാൽ ഒരു വാക്കാണെങ്കിലും ഒരായത്താണെങ്കിലും പഠിച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാളെല്ലാം നേടിയെടുത്തു. അതിനാൽ നമുക്ക് ഉദാഹരണം അബൂ താലിബ് നബിയുടെ മൂത്താബ എല്ലാം ഒരുപാട് കിതാബുകൾ പഠിച്ച് മനസ്സിലാക്കിയതാണ്, പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം പെങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ആയത്ത് മാത്രമാണ് കേട്ടത്, പക്ഷെ ആ ആയത്തിൽ നിന്നും അള്ളാഹുവിനെ മനസ്സിലാക്കി. അപ്പൊ കുറെ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് പ്രാധാന്യം. അതുകൊണ്ട് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക ഇൻഷാ അള്ളാഹ്. തെറ്റുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ശരിക്കും മടങ്ങിക്കൊണ്ട് ഇതാക്കുക. പിന്നെ ഒരാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും നബിതങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുമായിരുന്നു. എന്റെ അബൂബക്കറിന്റെ ഈമാൻ ഈ ദുനിയാവിൽ വേറെ ആർക്കുമില്ല എന്ന് എല്ലാ സഹാബത്തിനോടും പറയുമായിരുന്നു. ഈ ദുനിയാവിലൂടെ ആഹാരം കഴിച്ചുകൊണ്ട് ഈ ദുനിയാവിലൂടെ നടക്കുന്ന ഒരു മയ്യത്തിനെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് എന്റെ അബൂബക്കറിനെ കണ്ടാൽ മതി എന്ന് നബിതങ്ങൾ സഹാബത്തിനോട് പറയുമായിരുന്നു. അത്രയ്ക്കും ഈമാനായിരുന്നു സഹാബത്തിന്റെ ഈമാൻ. ആ ഈമാനൊന്നും നമുക്കില്ലെങ്കിലും ഒരല്പമെങ്കിലും കിട്ടണമെങ്കിൽ നന്മ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ പ്രാധാന്യം തിന്മ ഉപേക്ഷിക്കലാണ് ഇൻഷാ അള്ളാ. അതുകൊണ്ട് ഇൻഷാ അള്ളാ തിന്മയിൽ നിന്നും മാറി നിൽക്കുക. സമയായോ? ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ. ജസാക്കില്ലാ ഖൈർ. മാഷാ അല്ലാഹ്.